ഹേയ്, അസ്സാം വലൈക്കും വറഹമത്തുള്ള. നമ്മളിൽ പലരും എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ശരിയാകുന്നില്ല എന്നത്. അല്ലെങ്കിൽ ഒരു പരാജയം വന്നാൽ പിന്നെ ആകെ തളർന്നിരുന്നു പോകുന്നൊരവസ്ഥയുണ്ടാവും. സത്യത്തിൽ നമ്മുടെ ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്ക് മുന്നേ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് തൻ്റെ ജീവിതം അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ആ 5 സ്റ്റെപ്പുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്താലും അതിൽ നല്ല അറിവും കഴിവും ഉണ്ടാവുക എന്നതാണ്. വെറുതെ പേരിന് ഒരു ജോലി ചെയ്യുകയല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കരുത്തനായ വിശ്വാസിയെയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ഈ കരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എക്സ്പെർട്ടൈസാണ്. നിങ്ങളൊരു ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനറോ അല്ലെങ്കിൽ എന്ത് ജോലി ആയിക്കോട്ടെ, IT മേഖലയോ എന്താണെങ്കിലും, ഏത് മേഖലയിലാണോ നിങ്ങളുള്ളത് അതിൽ ഏറ്റവും മികച്ചവരാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിലുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പഠിച്ചു കൊണ്ടേയിരിക്കുക. ആ കഴിവാകണം നിങ്ങളുടെ പവർ. രണ്ടാമതായിട്ട് വേണ്ടത് ഒരു ലക്ഷ്യബോധമാണ്. വെറുതെ നേരം വെളുക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കരുത്. ജീവിതത്തിൽ നമുക്കൊരു വിഷം വേണം. നിങ്ങൾക്കൊരു വീട് വെക്കണോ, അല്ലെങ്കിൽ ബിസിനസ് വളർത്തണോ, അല്ലെങ്കിൽ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു വലിയ നിലയിലാക്കണോ, ഇതൊക്കെ ഒരു ലക്ഷ്യമായിട്ട് കാണുക. ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്കുക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് മടിപിടിച്ചിരിക്കാതെ എന്തെങ്കിലും നല്ല കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആഗ്രഹിക്കുക. നമ്മുടെ കയ്യിൽ അറിവും ഉണ്ട്, നല്ലൊരു ലക്ഷ്യവുമുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. മൂന്നാമത്തെ സ്റ്റെപ്പ് അള്ളാഹുവിനോട് സഹായം ചോദിക്കലാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എൻ്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും എനിക്ക് എന്തും നേടാമെന്ന്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. പടച്ചവനെ, ഇതെനിക്ക് നല്ലതാണെങ്കിൽ നീ എളുപ്പമാക്കി തരണേ എന്ന് ചോദിക്കുക. അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഏത് കടമ്പയും നമുക്ക് കടക്കാൻ കഴിയും. നാലാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം പാതി വഴിയിൽ ഇട്ടിട്ട് പോവാതിരിക്കുക എന്നതാണ്. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നെന്ന് വരില്ല. അപ്പോൾ തളർന്നു പോകാതെ, പ്ലാൻ A നടന്നില്ലെങ്കിൽ, നമ്മൾ ചെയ്ത പ്ലാൻ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലാൻ B തയ്യാറാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നീ തളർന്നു പോകരുത് എന്നാണ്. കഠിനാധ്വാനം ചെയ്യുക, നമ്മൾ വിയർപ്പൊഴുക്കുക, നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ 100% കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അത്ര ആത്മാർത്ഥത കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുക. ബാക്കി അള്ളാഹു നോക്കും. അവസാനത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പരമാവധി ശ്രമിച്ചു, പക്ഷെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾക്ക് കിട്ടിയിട്ടില്ലേൽ അപ്പോൾ ഒരിക്കലും അയ്യോ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നും, ഇങ്ങനെ ചെയ്തിനെങ്കിൽ ശരിയാവേനോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിനെങ്കിൽ ശരിയാവേനോ. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പിശാചിനെ നമ്മളെ തോൽപ്പിക്കാനുള്ളൊരു അവസരം നമ്മൾ നൽകുന്നതാണ്. പകരം അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടന്നത്, ഇതിൽ എനിക്ക് എന്തെങ്കിലും നന്മയുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുക. പരാജയങ്ങളെ സങ്കടത്തോടെയല്ലാതെ അടുത്ത തവണ നന്നായി ചെയ്യാനുള്ള ഒരു പാഠമായിട്ട് കാണുക. കഴിഞ്ഞതിനെ നമ്മൾ ഓർത്തോർത്ത് സങ്കടപ്പെടാതെ കഴിഞ്ഞത് വിടുക. നമ്മൾ പാസ്റ്റ് ഓർത്ത് സങ്കടപ്പെടാതെ ഫ്യൂച്ചർ ഓർത്തിട്ട് മുന്നോട്ട് നീങ്ങുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ. ഒന്നാമത്തത് സ്കില്ലുകൾ വളർത്തുക. രണ്ടാമത്തത് നല്ല ലക്ഷ്യം വെക്കുക. മൂന്നാമത്തത് പ്രാർത്ഥിക്കുക. നാലാമത്തത് പരിശ്രമം തുടരുക. അവസാനത്തേത് വിധിയിൽ വിശ്വസിക്കുക. ഇത് ഫോളോ ചെയ്താൽ
നമ്മൾക്ക് വിജയം ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.